ഇതുപോലൊരു കൊഞ്ച് മസാലയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരുപാട് ഇഷ്ടപ്പെടുന്നവനും കൊഞ്ച് മസാലയാണ്. ഞാനിത് അതിശയോക്തി പറയല്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഞാൻ ഒരുപാട് പൊടികളൊന്നും ചേർക്കാതാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഈ കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഞരമ്പുണ്ട് കേട്ടോ. ആ ഞരമ്പൊക്കെ നമ്മൾ നന്നായിട്ട് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തെങ്കിൽ നമ്മുടെ കൊഞ്ച് കഴിക്കുമ്പോൾ വയറിന് അസുഖമൊന്നും ഉണ്ടാവാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ കൊഞ്ചിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലെ കുറച്ച് ഞാൻ എടുത്തതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. ഈ ഒരു കൊഞ്ച് മസാല ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും പെരിഞ്ജീരകപ്പൊടിയും നാരങ്ങാ നീരും ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാത്രമാണ്, ഈ പുളിക്ക് വരെ ഈ നാരങ്ങാ നീര് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതായത് 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ കൊഞ്ച്. അതിനുശേഷം ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഒന്നൊരു ഹാഫ് ആയിട്ടൊന്ന് ബോയിൽ ചെയ്ത് നമുക്ക് എടുക്കാം. ഈ മസാല ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഞാനിത് ബോയിൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ള് ഇതിനകത്തേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴേക്കും തന്നെ നിറയെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഇങ്ങനെയൊന്ന് ജസ്റ്റ് നമ്മളിതൊന്ന് തിരിച്ചും മറിച്ച് വിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഒരു ഹാഫ് ബോയിലേ ആവത്തുള്ളൂ കൊഞ്ച്. അപ്പോൾ നോക്കൂ, വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതോടുകൂടി തന്നെ, ഈ വെള്ളത്തോടു കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു വലിയൊരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് 1 കുടം ഫുള്ള് ഞാൻ എടുത്തത്. അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഈ വെളുത്തുള്ളിക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ ഇതിനകത്ത് ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. ഇനി 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ഒഴിവാക്കാൻ പാടില്ല. ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒരു ചെറിയ സവാളയാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ട് സവാള അതായത് വലിയ ഉള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊഞ്ച് മസാലയ്ക്ക് ഒരു മധുരം വരും. അതുകൊണ്ടാണ് ഇത് 2ആയിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ആദ്യം കൊഞ്ചിന് അല്പം ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഒഴിവാക്കരുത് കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇത് അടച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവിയിൽ കിടന്ന് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വേകണം. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് വഴറ്റണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്ന് അടച്ചതിന് ശേഷം ഒന്ന് തുറന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊഞ്ചിന് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറ് വരും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് മുളക് ചേർക്കാം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 സ്പൂൺ അളവിലുള്ള പെരിഞ്ജീരകപ്പൊടിയാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഈ പൊടികളുടെ ഒരു പച്ച മണമൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയാണ്. തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ച് എടുക്കണം. അപ്പോൾ ഇതെല്ലാ മസാലയും ഇതിനകത്ത് പിടിക്കും. അപ്പോൾ നോക്കൂ, മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഫുള്ള് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് മതി ഈ കൊഞ്ചൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അധികം വേവ് കൊഞ്ചിനില്ല. അപ്പം അത് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക്
ബാക്കി എടുത്തു വെച്ചിരുന്ന നാരങ്ങ നീരുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കുടംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് നോക്കൂ, ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കൊഞ്ച് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.